നാളെ ഒരു ദിവസം അവൻ തന്നെ മണിയറ ഒരുക്കി അവിടേക്ക് നിന്നെ വിളിപ്പിക്കണമെന്ന വാശി. എടി, അവിടെ ആ പെണ്ണ് ജയിക്കേണ്ടത്. എന്നെ വരുണിനെ ഒന്നിപ്പിക്കാൻ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി മോളെ. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും, പക്ഷേ അവളുടെ ഉള്ളിൽ അതല്ല. എടി, അവള് നിന്നെ ചതിക്കും. ഇല്ല മുത്തശ്ശി, ചേച്ചി എനിക്ക് വിശ്വാസമാ. നാളെ ഇത് മാറ്റി പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് കരയാൻ നിൽക്കരുത്. നീ ഒരു കാര്യം ചെയ്, അവൾ അവിടെ ഉള്ളത് നീ കാര്യമാക്കണ്ട. നിന്റെ സൗന്ദര്യവും സാമർത്ഥ്യവും നിനക്ക് ബോധ്യപ്പെടുത്താനാവണം. എടി, വരുണിന്റെ കാര്യത്തിൽ നീ അങ്ങ് ഇടപെട്ടോ? തടസ്സം നിന്നാലും എത്ര ദിവസം നിൽക്കാൻ പറ്റും അവന്? കുടുംബം എന്നുള്ളത് അവനും കൂടിയുള്ളൊരു ബാധ്യതയാ. അച്ഛനെയോ അമ്മയോ ധിക്കരിച്ച് ഒരുപാടൊന്നും അവനങ്ങ് കൈവിട്ട് കളയാൻ പറ്റില്ല. ആദ്യം നീ ഒരു കാര്യം ചെയ്, നീ നിന്നെ വിശ്വസിക്ക്, നിന്റെ കഴിവിൽ വിശ്വസിക്ക്. എന്നിട്ട് ഇറങ്ങി തിരിച്ചാ വരുണെന്നല്ല ഒരുത്തനും നിന്നെ നിഷേധിക്കാൻ പറ്റില്ല. എടി, നിന്റെ മുത്തശ്ശിയാ പറയുന്നേ. മുത്തശ്ശിയോട് സംസാരിച്ചപ്പോ എനിക്കൊരല്പം സമാധാനം തോന്നുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. മുത്തശ്ശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ദൈവങ്ങൾക്ക് എത്ര വഴിപാടാ മുത്തശ്ശി നേർന്നിരിക്കുന്നതെന്ന് നിനക്കറിയാവോ? അതൊക്കെ നടത്തണം. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി ഇടവും വലവും നിർത്തി മുത്തശ്ശിക്ക് അത് നടത്തണം. നീ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങും മോളെ. ശരി മുത്തശ്ശി. മുത്തശ്ശി